നമസ്കാരം. വെൽക്കം ടു എക്സ്പ്ലോറിംഗ് ടാലൻസ്. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു ക്രാഫ്റ്റും അല്ലെങ്കിൽ എന്താ പറയുക ഇയറിങ്സ് മേക്കിങ്ങും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഓഫീസ് യൂസ് അതുപോലെ തന്നെ മറ്റ് പാർട്ടി വെയറിനെല്ലാം പറ്റിയ ടൈപ്പ് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ഇയറിങ്സിനെ പറ്റിയാണ് ഞാനിപ്പം ഇവിടെ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഇതാ ഇതുപോലുള്ള ഒന്ന് രണ്ട് ഇയറിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ നോക്കാനുള്ളത്. അത് ഞാനൊരു മോഡൽ കാണിച്ചു തരാം. അതിൻ്റെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, കേട്ടോ. അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു സിൽവർ കളറുള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നിറമുള്ള ഗ്രീൻ റെഡ് മുത്തുകളാണ്. പഴയ മാലയുടെ മുത്തുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം ഇതൊന്ന് ഒരു നോർമൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് രണ്ട് ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് കോർത്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കളേഴ്സ് നമ്മുടെ ഡ്രസ്സിന് അനുസരിച്ചുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റും നമുക്ക് താല്പര്യമുള്ളതുപോലെ ചെയ്യാം. അപ്പം ഞാനിവിടെ റെഡ് ഗ്രീൻ ഓൾട്ടർനേറ്റീവായി ഇടുന്ന അതിൻ്റെ ഇടയിൽ ഞാനൊരു ഗോൾഡൻ റിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ ഓരോരാളുടെ ഓരോ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റേതായ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഇതിന് മുന്നേ ചെയ്ത കുറച്ച് ഇയറിങ്ങിൻ്റെ വീഡിയോസാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഞാൻ അതിൻ്റെ രണ്ട് നൂലിൻ്റെ സൈഡുകളും കൂട്ടി കെട്ടി. അപ്പോൾ ആ കെട്ടിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും ഗം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ സേഫ്റ്റിയാണ്. അപ്പോൾ നമുക്കത് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇയറിംഗ് ഹുക്ക് അതിലോട്ട് കൊളുത്തി വെക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പഴയ ഇതുപോലെയുള്ള മുത്തുകളെല്ലാം മാലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ പുതിയ ഇയറിങ്സ് ആക്കി മാറ്റാം. പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ കൂടെ ചെറിയ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവുന്നുള്ള ഒരു കാര്യമാണ്. ഇതാ ഇങ്ങനെ ആണ് ഒരു മോഡൽ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ കുറച്ച് വൈറ്റ് പേളാണ് എടുത്തിരിക്കുന്നത്. അതും ഞാനൊരു 6 ചെറിയ മുത്തും അതിന് ശേഷം ഒരു വലിയ മുത്തും വെച്ച് ഓൾട്ടർനേറ്റീവായി ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഒരു റിങ്, ഇത് കടയിൽ സ്റ്റേഷനറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന റിങ്ങാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ മുത്തിൽ എന്തെങ്കിലും ഒരു ഗമ്മ് വെച്ച് അതങ്ങ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കും. അപ്പോൾ രണ്ടാമത്തെ കമ്മലും റെഡി. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അതിൽ കുറച്ച് ഫെവിക്കോള് ഇട്ട് വെച്ചു. അതിനുശേഷം ഇതുപോലെ വൈറ്റ് മുത്ത് ഞാൻ നൂലിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാം. ശ്രദ്ധിച്ച് വെക്കണം. അതിന് ഗമ്മായതുകൊണ്ട് മൂവ്മെൻറ്റ് ചെറിയൊരു ഇതുണ്ടാവും. വളരെ ശ്രദ്ധിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഷേപ്പ് നിങ്ങൾ സ്ക്വയർ അതുപോലെ തന്നെ ട്രയാങ്കിളൊക്കെ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് മോഡൽ കാണിക്കാൻ ചെയ്തതാണ്. അപ്പം നൂലിൽ കോർത്തതാണെങ്കിൽ നമുക്കത് വിട്ടുപോകില്ല. ഇപ്പം അല്ലാതെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അതിൻ്റെ ഇടയിൽ വീണ് പോയി കഴിഞ്ഞാൽ കമ്മൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നൂലിൽ കോർത്തത്. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം അതിൻ്റെ ഇയറിങ്ങിൻ്റെ ആ ഹുക്ക് ബാക്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത്. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ടെറാക്കോട്ട ക്ലേ ആണ്. ടെറാക്കോട്ട ക്ലേ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് സ്റ്റൈലായിട്ട് കമ്മലുണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു ബോൾ രൂപത്തിലാക്കുക. അത് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്താൽ മതി. ഇനി കയ്യിൽ നിങ്ങൾക്ക് അതിൻ്റെ കളറ് ആവുന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രീമോ കയ്യിൽ പുരട്ടി ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ ക്ലേ ആവില്ല. അപ്പോൾ ഇതിന് ശേഷം നമുക്കിങ്ങനെ സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്നതാണ്. ഇതങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ നമുക്കത് ഒരു 24 hours വെക്കാം ഡ്രൈ ആവാൻ വേണ്ടി. വെയിലത്ത് വെക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. നന്നായി ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം അതിനായി യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. അപ്പം ഇതിൽ ഇയറിംഗ് പിന്നെ ഞാനിട്ട് അത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിൽ ഹുക്കാക്കി എടുത്തു. നമുക്കിതിനെ എങ്ങനെ ഏത് വേണമെങ്കിലും ഇതിൽ ഡ്രൈ ആവുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ ഞാൻ ജസ്റ്റ് ബോൾ പോലെ എടുത്തു. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് നമുക്കിങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഡെയിലി ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പിന്നെ റെഡിയാക്കി. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് സ്റ്റൈലാക്കാൻ എടുത്തത് ഫെവിക്കോൾ വെച്ച് ആദ്യം ഇതിനെ എല്ലാ ഭാഗത്തും ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. എപ്പോഴും നമുക്ക് അവൈലബിൾ ആയില്ല, ഇത്രയും വേഗം നമുക്ക് അവൈലബിൾ ആയി. നമ്മൾ സ്റ്റേഷനറിയിൽ കിട്ടാവുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും പെട്ടെന്നും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോയി വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ. ഇനി ഞാനിവിടെ എടുക്കുന്നത് ഗ്ലിറ്ററാണ്. ഗ്ലിറ്റർ ഇതും ഇതുപോലെ തന്നെ ചെറിയ വിലക്ക് നമുക്ക് കടയിൽ കിട്ടുന്നതാണ്. കുട്ടികളെല്ലാം ആർട്സും ക്രാഫ്റ്റിനും ഒക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്തു, ഓക്കെയാണ്. രണ്ടാമത് സെക്കൻഡ് വൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഫെവിക്കോൾ എല്ലാ ഭാഗത്തും തേച്ച് വെക്കുക. അതിന് ശേഷം ഈ ഗ്ലിറ്റർ ബോക്സിലോട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഈ ബോളൊന്ന് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും അതിൻ്റെ ഇത് സ്റ്റിക്കായി നിൽക്കും. അതിനുശേഷം അതുപോലെ ഡ്രൈ ചെയ്യാൻ വെക്കുക. ഇതൊരു സ്റ്റഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്നത് ക്ലേ പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യുന്ന ഓരോ ഇതും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു മുന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നമുക്ക് മോൾഡൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മോൾഡ് നമുക്ക് ഹോം മെയ്ഡ് മോൾഡ് തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതിൻ്റെ ക്ലേൻ്റെ ഹാങ്ങിങ്സ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതിന് മുന്നേ. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ബേസ് കിട്ടി. ഇനി ഇത് കുഞ്ഞ് 2 പീസ് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ക്ലേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അത് ഹാർഡായി പോകും, പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിന് കുറച്ച് കയ്യിൽ ജസ്റ്റ് വെള്ളം കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് തടവി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷൈനിങ്, ഒരു ഫിനിഷിങ് കിട്ടും നമുക്ക്. ഇതിലെന്തെങ്കിലും അടയാളങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം പോകും. ജസ്റ്റ് എല്ലാ പോർഷൻസിലും ഒന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ.
ഒട്ടിക്കല്ല, ജസ്റ്റ് അതൊരു കയറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഫെവിക്കോൾ വെച്ച് ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഇയർ പിന്ന് പൊട്ടിപ്പോകും അല്ലെങ്കിൽ അത് ഊരിപ്പോകുന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് അത് പ്രസ്സായി അവിടെ നിന്നോളും. ലോങ് ലാസ്റ്റിംഗ് ആണ്. സ്റ്റഡ് കൂടുതൽ പേർക്കും ഓഫീസിലൊക്കെ പോകാനാണ് കൂടുതൽ സ്റ്റഡ് യൂസ് ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്കെല്ലാം പെട്ടെന്ന് കളർഫുള്ളായിട്ടും വെറൈറ്റി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഈ സ്റ്റഡ് ഡ്രൈ ആവാൻ പറ്റില്ല നമുക്ക് 24 hours. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്ത മാതിരി ഗ്ലിറ്റർ കൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.